കട്ടക്കരിപ്പൻ്റെ ഉണ്ടക്കണ്ണി. രചന അന. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. മോനെ, ഗൗരി എവിടെ? കണ്ടില്ലല്ലോ. അവിടെ എങ്ങനെ കാണും? അല്ലാച്ചാ അവളെ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുക. ദേ വരുന്നുണ്ട്. കള്ളി എനിക്കിട്ട് പണി എന്നിട്ട് തുള്ളിച്ചാടി വരുന്നുണ്ടില്ലേ. അവൾ അച്ഛനെ കണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. പിന്നെ പരിഭവങ്ങളായി, വിശേഷങ്ങൾ പങ്കുവെക്കലായി. പെട്ടെന്ന് ആ പയ്യനെ കണ്ട ആളൊന്ന് ഞെട്ടി. അതിനുശേഷം എന്നെയും നോക്കി. വീട്ടിലേക്ക് വരുമ്പോൾ പുറത്തൊരു ബൈക്ക് കണ്ടു. അവിടെ എത്തിയപ്പോഴല്ലേ അച്ഛൻ വന്നിരിക്കുകയാണെന്ന് മനസ്സിലായത്. വളരെ സന്തോഷത്തോടെ സംസാരിക്കുമ്പോഴാണ് കൂടെ വന്ന ആളെ ശ്രദ്ധിക്കുന്നത്. അത് ആ ചേട്ടനായിരുന്നു. കാറ് കേടായപ്പോൾ കൂടെ വന്നാണെന്ന്. കാറിന് കേടാവും കണ്ട നല്ല ബെസ്റ്റ് സമയം. ഞാൻ ആദ്യം നോക്കിയപ്പോൾ എൻ്റെ പ്ലാനുകളെല്ലാം പാളിയെന്ന് മനസ്സിലായി. കുറച്ചൊക്കെ കളിച്ച് അവൻ്റെ മനസ്സിലിരിപ്പ് അറിയാമെന്ന് വെച്ചപ്പോൾ ഈ കാറ് നല്ല മാസ് പണി തന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രതികാരം ഉണ്ടാവും. എനിക്ക് വയ്യ. ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ ഒന്നും തോന്നിയില്ല. ഇപ്പോഴാണ് വേണ്ടാന്ന് തോന്നുന്നത്. മോളെ, ഞങ്ങൾ ഇറങ്ങുക. രണ്ടുപേരും അവിടേക്കൊക്കെ വരും. ഇതുവരെ വന്നില്ലല്ലോ. ശരിയാച്ചാ. അത്താഴം കഴിഞ്ഞ് കിടക്കാൻ വന്നപ്പോൾ ഒരു പുച്ഛൻ ചിരിയും ഫിറ്റ് ചെയ്ത് ആദ്യം എന്നെ കാത്തിരിക്കുന്നുണ്ട്. അതെ, എൻ്റെ ഓഫീസിൽ മാനേജറുണ്ട്. നല്ല ചുള്ളനാ. ഏതായാലും ഇങ്ങനെ പോയ സ്ഥിതിക്ക് നമുക്ക് അയാൾ നോക്കിയാലോ? അയ്യോ വേണ്ടായേ. എന്നാലും വേണ്ടാത്തോണ്ടാ. നമുക്ക് നോക്കാട്ട് ഉണ്ടക്കണ്ണി. ആൾക്കൊരു 56 വയസ്സൊക്കെ കാണും. നിന്നെ പ്രൊപ്പോസ് ചെയ്ത ആൾക്കാണ് 2 വയസ്സ് ചെറുപ്പമാണ്. പ്രോബ്ലം ഒന്നുമില്ലല്ലോ. അപ്പം എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതല്ലേ ഫുൾ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും പറയാൻ പോയില്ല. നന്നായിട്ട് ആലോചിച്ച് പറഞ്ഞെങ്കിൽ ഇത് നമുക്ക് തന്നെ പാരയാവും. അങ്ങനെ കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി. ആദ്യം ഈടെയായിട്ട് ഫോണിൽ അല്പം കൂടുതൽ നേരം ചിലവഴിക്കുന്നുണ്ട്. കുറേ ഒളിച്ചും പാത്തും നോക്കിയിട്ടും പിടികിട്ടുന്നില്ല. എന്തായാലും ഓഫീസ് സംബന്ധമല്ല, കളിച്ചിരിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് എന്തോ ചെറിയൊരു ഉൾഭയം. അങ്ങനെ ഇരിക്കുകയാണ് ഓഫീസിൽ നിന്ന് വന്ന ആദി നേരെ സ്റ്റോർ റൂമിലേക്ക് ഓടിപ്പോകുന്ന കണ്ടത്. ഞാനും പിന്നാലെ വെച്ച് പിടിച്ചു. ഞാൻ വാതിലിൻ്റെ അപ്പുറത്ത് തന്നെ കാണാതിരിക്കാൻ വേണ്ടി മറിഞ്ഞു നിന്നു. ആദി ഫോണെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. വളരെ പതുക്കെ, ഒത്തിരി സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഇയാളിങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടിട്ടില്ല. എന്നെ ചതിക്കാനാണ് പ്ലാനെങ്കിൽ നോയിക്കോ മോനെ, നിന്നെ ഞാൻ കൊന്ന് കൊല വിളിക്കും. അപ്പോഴാണ് അമ്മ എന്തോ ആവശ്യത്തിന് എന്നെ വിളിച്ച്. ഗൗരി എവിടെയാ മോളെ? എവിടെയുണ്ടമ്മ? എൻ്റെ മറുപടി കുറച്ച് ഉച്ചത്തിലായിരുന്നു. മറിഞ്ഞു നിൽക്കായിരുന്നു എന്ന് മറന്നുപോയി. ഞാൻ തിരിഞ്ഞോടാൻ നിന്നു. ആരോ എൻ്റെ കൈ പിടിച്ച് വലിച്ചു. ആദ്യം എന്നെ പിടിച്ച് വലിച്ചപ്പോൾ ബാലൻസ് സെറ്റ് ചെയ്യാൻ വീണു. കൂടെ അവനും. വീണതിന് ശേഷം കണ്ടുവന്നപ്പോൾ ഞാൻ ആദിയുടെ മേലെ കിടക്കുകയായിരുന്നു. ഒരു നിമിഷം ഞാൻ അവൻ്റെ കണ്ണുകളിൽ നോക്കിയിരുന്നു പോയി. രണ്ടുപേരും പരസ്പരം കണ്ണുകൾ നോക്കി അങ്ങനെ കിടന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റു. ആദിയുടെ മുഖത്ത് ചെറിയൊരു നാണം വന്ന പോലെ. അത് മറക്കാനൊരു മറയുന്നവൻ എന്നോട് ചാടിക്കടി ചോദിച്ചു, നീ എന്നെ ഒളിഞ്ഞു നോക്കിയായിരുന്നല്ലേ? പിന്നെ ഒളിഞ്ഞു നോക്കാൻ പറ്റിയൊരു സാധനം. പിന്നെ നിനക്കെവിടെന്താ കാര്യം? എനിക്ക് ആവശ്യമുണ്ടായിട്ട്. എന്തേ? ഞാൻ കയറിയ സമയത്ത് തന്നെ എന്തോ ഒരു ആവശ്യം. പലതും കാണും. അത് തന്നോട് പറയാൻ എനിക്ക് മനസ്സില്ല. മനസ്സിൽ എന്തൊക്കെയാ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തോന്നാ ഒളിഞ്ഞു നിന്നിട്ടുള്ള നിന്റെ ആവശ്യം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. ദൈവമേ, പെട്ടല്ലോ. അമ്മേനെ വിളിക്കുന്നുണ്ട്. ഓക്കോ എനിക്കറിയാം. കൽപ്പനയൊന്നും വേണ്ട. ഇതെന്താ വല്ല വിഷവിത്തോ മറ്റാണോ? സകല സമയം ചീറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തേലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല എൻ്റെ പൊന്നോ, ഒന്ന് പോയി തന്നാട്ടെ. എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. അവൾ എനിക്കെന്ന പോലെ ഒരു പണി തന്നെ കൊടുക്കണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മാവിൻ്റെ മകൾ മായ വിളിക്കുന്നത്. അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗരിയുടെ മുഖം മങ്ങുന്ന പോലെ ഒരു തോന്നൽ. അപ്പോൾ പിന്നെ ഞാനും വിട്ടുകൊടുത്തില്ല. അവൾ കേൾക്കാൻ വേണ്ടി ഉറക്കുകയും പിന്നെ ഒന്ന് അസൂയപ്പെടുത്താൻ രഹസ്യമായി സംസാരിക്കാൻ തുടങ്ങി. അവളിൽ നിന്ന് നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിത്തുടങ്ങി. ഞാൻ എപ്പോൾ ഫോൺ എടുത്താൽ എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടാക്കി പതുങ്ങി അടുത്ത് വരും. ഇന്ന് ഓഫീസിൽ പോയി വന്നപ്പോൾ കുളിച്ച് ഭസ്മക്കുറിയൊക്കെ ഇട്ട് നല്ല മൊഞ്ചത്തിയായിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കിയെന്ന് പോയി. പെട്ടെന്ന് മായ വിളിച്ചു. അവളിപ്പോൾ ആവശ്യമില്ലാത്ത സമയം വിളിച്ചുകൊണ്ടിരിക്കും. മനസ്സമാധാനത്തിനൊന്നും വായി നോക്കാൻ കൂടെ സമ്മതിക്കില്ല. പിന്നെ ഫോൺ എടുത്ത് ഗൗരി കേൾക്കുമെന്ന് ഉച്ചത്തിൽ സംസാരിച്ച് ചുമ്മാ സ്റ്റോർ റൂമിൽ കയറി. ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് അമ്മ വിളിച്ചത് ഒരുമിച്ചായിരുന്നു. ഓടാൻ നിന്ന് അവളെ പിടിച്ചെടുത്താൽ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ രണ്ടാളും കൂടി വീണുപോയി. കുറച്ചു നേരം എല്ലാം പറഞ്ഞ് ഞാൻ അവിടെ കണ്ണിൽ നോക്കിയിരുന്നു പോയി. എൻ്റെ മേൽ കിടക്കുമ്പോൾ അവിടെ ഹൃദയമിടിപ്പ് എനിക്ക് കേൾക്കാമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ ചാടി എഴുന്നേറ്റു. എനിക്കാണെങ്കിൽ കുഞ്ഞ് നാണവും വന്നു. ആദ്യമായിട്ടാണ് പെണ്ണിനെ ഇത്ര അടുത്ത് ഇതുപോലെ കിട്ടിയത്. അപ്പോഴേക്കും തല്ലുകൊളിത്തരം പുറത്തേക്കെടുത്ത് ഓടിപ്പോയി. പിറ്റേന്ന് ഓഫീസിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു. 8 മണിയായി കാണും വീട്ടിലോട്ട് വരുമ്പോൾ. അവിടെ എത്തിയപ്പോൾ ആകെപ്പാടെ ഒരു ശ്മശാന മൂകത. അച്ഛനും അമ്മയും പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ റൊമാൻസിന് പകരം വിഷാദ ഭാവമാണ്. ഈ സമയം എല്ലാവരും ഇരുന്ന് ഒച്ചവെക്കുകയാണ് പതിവ്. ഞാൻ പതിയെ പോയി ചെയറിലിരുന്ന് ചുറ്റും കണ്ണോടിച്ചു. ഗൗരി ഈസ് മിസ്സിങ്. തലയെത്തിച്ച് അടുക്കളയിലോട്ട് നോട്ടം വായിച്ചു. ഇത് കണ്ടിട്ടെന്നോട് അച്ഛൻ പറഞ്ഞു, നോക്കേണ്ട ഉണ്ണി, അവളിവിടെ ഇല്ല. ആരെ നോക്കിയെന്നാ പറയുന്നത്? ഗൗരിയെ. പിന്നെ ഞാൻ അവൾ നോക്കിയൊന്നുമില്ല. ആദി മോനെ, ഗൗരി അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക. ഏതോ അമ്മൂമ്മയെ കാണാൻ പോകണമെന്ന് പറഞ്ഞ അവളുടെ അമ്മ. ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. ഒരു 2 ആഴ്ച കഴിഞ്ഞ് വന്നാൽ മതി എന്നും പറഞ്ഞു. 2 ആഴ്ചയോ? ഞാൻ അറിയാതെ പറഞ്ഞു പോയി. അപ്പം പറഞ്ഞു. പക്ഷെ ഇപ്പൊ വേണ്ടാന്ന് തോന്നുക. അവളില്ലാണ്ടൊരു സുഖമില്ലടാ. അത് ശരിയാ വസു. അവളുള്ളപ്പോൾ ഒരാളെനിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാലേ വരുള്ളൂ.
അവർ പറഞ്ഞ് ശരിയായിരുന്നു. ഗൗരിയുള്ളപ്പോൾ ഒരു ഒച്ചയനക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആകെ ഒരു മൂകത. ബഹളമുണ്ടായിരുന്നപ്പോൾ ആ തിരുവായ നടഞ്ഞേണ്ടാൽ മതിയെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വഴക്കാളത്തിലൊന്ന് കണ്ടാൽ മതിയെന്നായി. കിടക്കാനായി റൂമിലെത്തിയപ്പോൾ അവിടെ മുഴുവനും ഗൗരിയുടെ സാമീപ്യം. ഞാനൊരു നിമിഷത്തേക്ക് കണ്ണുകൾ അമർത്തി അടച്ചു. പതിയെ തുറന്നപ്പോൾ ബെഡിൽ ചാടിക്കളിക്കുന്ന അവൾ, പിന്നെ ചെയറിലിരിക്കുന്നു, ബാൽക്കണിയിൽ നിൽക്കുന്നു. എന്താ പറയാ, ഞാൻ നോക്കുന്നിടത്തെല്ലാം ഗൗരി. എനിക്ക് വട്ടായി പോയി എന്നവരെ തോന്നി. ഒരു ബെരുകിനെ പോലെ ആ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ നടന്നു. കുറച്ചു നേരം കിടന്നു നോക്കി. പക്ഷെ കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. അവസാനം അവൾ വിളിച്ച് 4 ചീത്ത പറഞ്ഞാലോന്ന് വരെ തോന്നി. പിന്നെ തിരിച്ച് നല്ല ഡോസ് കിട്ടുന്നുള്ള ഉറപ്പുണ്ട്. ആ ഉദ്യമത്തിന് മുതിർന്നില്ല. ഇപ്പൊ എനിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, വേറൊന്നും കൊണ്ടല്ല. പോകുന്നതിനെ കുറിച്ച് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ആ കുട്ടി പിശാചിനോട് നിർത്തില്ലായിരുന്നു. ഐ മിസ് യു സോ മച്ച് ഗൗരി, ബാഡ്ലി, മാഡ്ലി, ഡീപ്ലി. ശരിക്കും അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതെ, ഞാൻ പോലും അറിയാതെ അവൾ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലായിട്ടും അങ്ങനെ അല്ലാത്തവനെ പോലെ പെരുമാറി ഞാൻ. എനിക്ക് അവളോടുള്ള പോലെ ഒരു ഇഷ്ടം അവൾക്ക് എന്നോടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അതായിരുന്നു എൻ്റെ പ്രശ്നം. പലപ്പോഴും അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാലും വീണ്ടും ഒരു ചെറിയ വലിയ റിസ്ക് എടുക്കാനുള്ള ധൈര്യമില്ലാതെ പോയി. ഇതെന്താ മോളെ, നീ ഒരുമാതിരി വെരിക്കിനെ പോലെ കിടന്ന് നടക്കുന്നു? എനിക്ക് തോന്നിയുണ്ട്. അല്ല പിന്നെ, മനുഷ്യന്മാരിവിടെയുള്ള സമാധാനം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരുമാതിരി ചോദ്യങ്ങൾ. എനിക്ക് തന്നെ അറിയില്ല എന്നാ എൻ്റെ പ്രശ്നം. വീട്ടിലോട്ട് പോരികയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായതാണ്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ മിസ് ചെയ്യുന്നു. ആദ്യമായിട്ട് വഴക്കൂടാൻ തോന്നി. ഒന്ന് ഫോൺ വിളിച്ചാലോന്ന് വിചാരിച്ച് ഫോൺ എടുത്തു. അപ്പോഴാ ഈടെയുള്ള ആദ്യയുടെ ഫോൺ വിളികളെ കുറിച്ച് ഓർമ്മ വന്നു. അപ്പോൾ തൊട്ട് എനിക്ക് ഭ്രാന്തിളകി. ആദ്യയോട് വഴക്കൂടെങ്കിലും ആദ്യമില്ലാത്ത ഒരു ദിവസം എനിക്കിങ്ങനെയാണെങ്കിൽ പിന്നെ അവനെ നഷ്ടപ്പെട്ടിട്ട് വന്നാൽ എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. ഇനിയിപ്പോൾ അവൻ മറ്റാരെങ്കിലായിട്ട് സംസാരിച്ചിരിക്കുകയാണെങ്കിലോ? എന്തായാലും വിളിച്ചു നോക്കാം. ഫോൺ എടുത്ത് വിളിച്ചു. പക്ഷേ ഞാൻ എന്താവരുതെന്ന് ആഗ്രഹിച്ചിരുന്നുവോ അതുപോലെ തന്നെയായി. അവൻ്റെ ഫോൺ ബിസിയായിരുന്നു. എനിക്ക് ആ ദേഷ്യവും സങ്കടവും വന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അച്ഛനും അമ്മയും കാണാതിരിക്കാൻ വേണ്ടി റൂമിൽ പോയി വാതിലടച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നിട്ട് ഉറക്കം വരാത്തോണ്ട് എന്ത് വന്നാലും വേണ്ടില്ലെന്ന് വെച്ച് 2 കൽപ്പിച്ച് ഫോൺ എടുത്തു. മായ വിളിച്ചു. ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാൻ വരെ തോന്നി. ഞാൻ ബിസിയാണെന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കാൻ തയ്യാറാവാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. അവസാനം സായികേട്ട് കുറെ ചീത്ത പറഞ്ഞ് ഫോൺ വെച്ച് നോക്കിയപ്പോൾ ഗൗരിയുടെ മിസ്ഡ് കോള്. അന്നേരം എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പക്ഷെ തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തിനായിരിക്കും വിളിച്ചേ? മായക്ക് വിളിക്കാൻ കണ്ട നേരം ഒന്നുകൂടെ വിളിച്ചു നോക്കി. അപ്പോഴും സ്വിച്ച് ഓഫ്. പിന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ഹായ് ഉണ്ടക്കണ്ണി. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഫോൺ എടുത്ത് നോക്കി. ഗൗരിയുടെ മറുപടി ഒന്നുമില്ല. പക്ഷെ മെസ്സേജ് കണ്ടിട്ടുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഏർപ്പാടാണ് മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുന്നത്. ദേഷ്യം വന്ന് ഒന്നുകൂടെ വിളിച്ചു നോക്കി. എടുത്തില്ല. പിന്നെയും വിളിച്ചു. അപ്പോഴും എടുത്തില്ല. ഇപ്പം ഞാൻ അവൾ എൻ്റെ മുമ്പിൽ വന്ന ഉറപ്പായിട്ടൊരു വീക്ക് വെച്ചെടുക്കും. എന്നാലും വിളിച്ച് എന്തിനാണെന്ന് അറിയാതെ ഒരു സമാധാനമില്ല. ആദി, എന്തേ നീയൊന്നും കഴിക്കുന്നില്ലേ? പിന്നെന്താ ഭക്ഷണം വിളമ്പിച്ച് കഴിക്കാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. എന്തു പറ്റി മോനെ? ഓഫീസിൽ വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. അവരെ കാണിക്കാൻ വേണ്ടി കുറച്ച് കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റ് പോന്നു. ഓഫീസിൽ പോയപ്പോഴും ആകെ ഒരു വെപ്രാളം. ഒന്നിലും ശ്രദ്ധ കിട്ടുന്നില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.